ഓം ശാന്തി 23/10/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ നീന്തൽ അഭ്യസിപ്പിക്കുന്നതിന്. ഇതിലൂടെ നിങ്ങൾ ഈ ലോകത്തു നിന്നും അക്കരെ കടക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ ലോകം തന്നെ പരിവർത്തനപ്പെടുത്തുന്നു. ചോദ്യം: ഏത് കുട്ടികളാണോ ബാബയുടെ സഹയോഗികളായി മാറുന്നത്, അവർക്ക് ഈ സഹായത്തിന്റെ പ്രതിഫലമായി എന്താണ് പ്രാപ്തമാവുക? ഉത്തരം: ഇപ്പോൾ ബാബയുടെ സഹയോഗികളായി മാറുന്ന കുട്ടികളെ ബാബ അങ്ങനെയാക്കി മാറ്റുന്നു. അതിലൂടെ പകുതി കൽപ്പത്തോളം ആരിൽ നിന്നും സഹായം തേടേണ്ടതായോ അഭിപ്രായം സ്വീകരിക്കേണ്ടതായോ ഉള്ള ആവശ്യമില്ല. എത്ര വലിയ അച്ഛനാണ്! പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എന്റെ സഹയോഗികളായി മാറുന്നില്ല എങ്കിൽ നമുക്കെങ്ങനെ സ്വർഗം സ്ഥാപിക്കാൻ സാധിക്കും? ഓം ശാന്തി. മധുരമധുരമായ നമ്പർ വയസ്സായ അതിമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരുന്നു. കാരണം ഒരുപാട് കുട്ടികൾ വിവേകഹീനരായിരിക്കുകയാണ്. രാവണൻ വളരെയധികം അവിവേകികളാക്കി മാറ്റി. ഇപ്പോൾ ബാബ നമ്മെ എത്ര വിവേകശാലിയാക്കിയാണ് മാറ്റുന്നത്. ആരെങ്കിലും ICSന്റെ പരീക്ഷ പാസ്സാവുമ്പോൾ മനസ്സിലാക്കുന്നു, വളരെ വലിയ പരീക്ഷ പാസ്സായി. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നോക്കൂ, എത്ര വലിയ പരീക്ഷയാണ് പാസ്സാകുന്നത്. അല്പം ചിന്തിക്കൂ, നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ്? പഠിക്കുന്നവർ ആരാണ്? നമ്മൾ കൽപ്പകൽപ്പം ഓരോ 5000 വർഷത്തിനു ശേഷവും അച്ഛൻ, ടീച്ചർ, സദ്ഗുരുവുമായി വീണ്ടും മിലനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന നിശ്ചയം ഉണ്ടായിരിക്കണം. നമ്മൾ ഉയർന്നതിലും ഉയർന്ന ബാബയിലൂടെ എത്രത്തോളം ഉയർന്ന സമ്പത്താണ് നേടുന്നതെന്ന് കേവലം നിങ്ങൾ കുട്ടികൾക്കേ അറിയൂ. ടീച്ചറും പഠിപ്പിച്ച് സമ്പത്ത് നൽകുന്നില്ലേ? നിങ്ങളെയും പഠിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ ലോകം തന്നെ പരിവർത്തനപ്പെടുത്തുന്നു. പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നതിനായി. ഭക്തിമാർഗത്തിൽ എത്രയാണ് മഹിമ പാടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബാബയിലൂടെ തന്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ലോകം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയുന്നു, നമ്മളെല്ലാവരും ശിവബാബയുടെ കുട്ടികളാണ്. ഈ പഴയ ലോകത്തെ പുതുതാക്കി മാറ്റാനായി ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ത്രിമൂർത്തിയുടെ ചിത്രത്തിലും കാണിക്കുന്നുണ്ട് ബ്രഹ്മാവിലൂടെ പുതിയ ലോകത്തിന്റെ സ്ഥാപന. അപ്പോൾ തീർച്ചയായും ബ്രഹ്മമുഖ വംശാവലികളായ ബ്രാഹ്മണ ബ്രാഹ്മണിമാർ ആവശ്യമാണ്. ബ്രഹ്മാവ് ഒറ്റയ്ക്ക് ഒരിക്കലും പുതിയ ലോകം സ്ഥാപിക്കുന്നില്ല. രചയിതാവ് ഒരേ ഒരു ശിവബാബയാണ്. പറയുന്നു, ഞാൻ വന്ന് യുക്തിപൂർവം ഈ പഴയ ലോകത്തിന്റെ വിനാശം ചെയ്യിച്ച് പുതിയ ലോകം സ്ഥാപിക്കുന്നു. പുതിയ ലോകത്തിൽ വസിക്കുന്നവർ വളരെ കുറച്ചാണ്. ജനസംഖ്യ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ധാരാളം പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ കുറയാനൊന്നും പോകുന്നില്ല. യുദ്ധത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുന്നു. എന്നിട്ടും മനുഷ്യരുടെ എണ്ണം കുറയുന്നില്ലല്ലോ. ജനസംഖ്യ വീണ്ടും വർദ്ധിക്കുന്നു. ഇതും നിങ്ങൾക്കേ അറിയൂ. നിങ്ങളുടെ ബുദ്ധിയിൽ വിശ്വത്തിലെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമുണ്ട്. നിങ്ങൾ സ്വയത്തെ വിദ്യാർത്ഥികളാണെന്നും മനസ്സിലാക്കുന്നു. നീന്താനും അഭ്യസിക്കുന്നു. എന്റെ തോണി അക്കരെ കടത്തു എന്ന് പാടാറില്ലേ? നീന്തൽ പഠിക്കുന്നവർ വളരെ പ്രശസ്തരാകാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നീന്തൽ എങ്ങനെയാണെന്ന് നോക്കൂ. ഒറ്റയടിക്ക് മുകളിലേക്ക് പോയി താഴേക്ക് വരുന്നു. മറ്റുള്ളവർ ഇത്ര മൈലുകൾ മുകളിലേക്ക് പോയി എന്ന് പറയുന്നു. നിങ്ങൾ ആത്മാക്കൾ എത്ര മൈലുകളാണ് മുകളിലേക്ക് പോകുന്നത്? മറ്റുള്ളവരുടേത് സ്ഥൂലമായ കാര്യമാണ്. അതിനെ എണ്ണാൻ കഴിയുന്നു. നിങ്ങളുടേത് എണ്ണമറ്റതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത തന്റെ വീട്ടിലേക്ക് പോകുന്നു. അത് നമ്മുടെ വീടാണെന്നുള്ള സന്തോഷം നിങ്ങൾക്കുണ്ട്. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്.
മനുഷ്യർ മുക്തിധാമത്തിലേക്ക് പോകുന്നതിനായി ഭക്തി ചെയ്യുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. പക്ഷെ ആർക്കും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. മുക്തിധാമത്തിൽ ഭഗവാനുമായി മിലനം ചെയ്യാൻ പ്രയത്നിക്കുന്നു. അനേക പ്രകാരത്തിൽ പ്രയത്നിക്കുന്നു. ചിലർ പറയുന്നു ജ്യോതി ജ്യോതിയിൽ പോയി ലയിച്ചു എന്ന്. ചിലർ പറയുന്നു മുക്തിധാമത്തിലേക്ക് പോകണമെന്ന്. പക്ഷെ മുക്തിധാമം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ്, തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. മധുരമധുരമായ ബാബ വന്നിരിക്കുന്നു, നമ്മെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യരാക്കുന്നു. ഇതിനുവേണ്ടി നാം പകുതി കൽപ്പം പുരുഷാർത്ഥം ചെയ്തിട്ടും ആയിത്തീരാൻ സാധിച്ചിട്ടില്ല. ആരും ജ്യോതിയിൽ പോയി ലയിച്ചിട്ടുമില്ല, മുക്തിധാമത്തിലേക്കും പോയിട്ടില്ല, മോക്ഷം പ്രാപിച്ചിട്ടുമില്ല. എന്തെല്ലാം പുരുഷാർത്ഥം ചെയ്തോ അതെല്ലാം വ്യർത്ഥമായി. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ കുലഭൂഷണരുടെ പുരുഷാർത്ഥമാണ് സത്യമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കളി എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങളിപ്പോൾ ആസ്തികരായി മാറുന്നു. നിങ്ങൾ ബാബയെ നല്ല രീതിയിൽ അറിയുന്നു. ബാബയിലൂടെ സൃഷ്ടിചക്രത്തെയും അറിയുന്നു. ബാബ പറയുന്നു, മുക്തി ജീവൻ മുക്തിയുടെ ജ്ഞാനം പോലുമില്ല, ദേവതകളിലും ഇല്ല. ആർക്കും ബാബയെ അറിയില്ല എങ്കിൽ എങ്ങനെ മുകളിലേക്ക് പോകാൻ സാധിക്കും? ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, അവർക്കൊരുപാട് ശിഷ്യരുമുണ്ട്. സത്യം സത്യമായ സദ്ഗുരു ശിവബാബയാണ്. ശിവബാബയ്ക്കാണെങ്കിൽ കാലുകളില്ല. ബാബ പറയുന്നു, എനിക്ക് എന്റേതായ കാലില്ല. ഞാൻ എങ്ങനെ എന്നെ പൂജിക്കാൻ പറയും? വിശ്വത്തിന്റെ അധികാരിയായി മാറുന്ന കുട്ടികളെ കൊണ്ട് എങ്ങനെ പൂജ ചെയ്യിപ്പിക്കാനാണ്? ഭക്തിമാർഗത്തിൽ കുട്ടികൾ അച്ഛന്റെ കാലിൽ നമസ്കരിക്കുന്നു. വാസ്തവത്തിൽ അച്ഛന്റെ സമ്പത്തിന്റെ അധികാരികൾ കുട്ടികളാണ്. ഇതിലൂടെ വിനയം കാണിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾ പോയി അച്ഛന്റെ കാലുകളിൽ വീണ് നമിക്കുന്നു. ഇവിടെ ബാബ പറയുന്നു, നിങ്ങളെ ഞാൻ കാല് പിടിക്കുന്നതിൽ നിന്നും മുക്തമാക്കുകയാണ്. എത്ര വലിയ അച്ഛനാണ്! പറയുന്നു, നിങ്ങൾ കുട്ടികൾ എന്റെ സഹയോഗികളാണ്. നിങ്ങൾ സഹയോഗികളായി മാറുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ സ്വർഗം സ്ഥാപിക്കും? ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ സഹയോഗികളായി മാറൂ. എന്നാൽ നിങ്ങൾക്ക് പകുതി കൽപ്പത്തോളം ആരിൽ നിന്നും സഹായം സ്വീകരിക്കേണ്ട ആവശ്യം വരില്ല. ഇവിടെ ബാബ കുട്ടികളുടെ സഹായം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, കുട്ടികളെ, ഒരിക്കലും മോശമായി മാറരുത്. മായയോട് തോൽക്കരുത്, ഇല്ലെങ്കിൽ പേര് മോശമാകും. മല്ലയുദ്ധത്തിൽ ആരെങ്കിലും വിജയിക്കുകയാണെങ്കിൽ അവരുടെ ജയഘോഷം ഉണ്ടാകുന്നു, തോൽക്കുന്നവരുടെ മുഖം വാടിപ്പോകുന്നു. ഇവിടെയും അങ്ങനെ തോൽവി സംഭവിക്കാറുണ്ട്. ഇവിടെ തോറ്റുകഴിഞ്ഞാൽ പറയും മുഖം കറുപ്പിച്ചു എന്ന്. ഇവിടേക്ക് വന്നിരിക്കുന്നത് പവിത്രമാകുന്നതിനായാണ്. എന്നിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെയ്ത സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു. പിന്നീടെല്ലാം പുതുതായി ആരംഭിക്കേണ്ടി വരും. ബാബയുടെ സഹയോഗികളായി മാറി പിന്നെ തോറ്റുകഴിഞ്ഞാൽ പേര് മോശമാകും. രണ്ട് പാർട്ടികളാണ്. ഒന്ന് മായയുടെ അടിമകൾ, മറ്റൊന്ന് ഈശ്വരന്റെ കുട്ടികൾ. നിങ്ങൾ ബാബയെ സ്നേഹിക്കുന്നവരാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയാറുമുണ്ട്. നിങ്ങളുടേത് പ്രീതബുദ്ധിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും പേര് മോശമാക്കാൻ പാടില്ല. പ്രീതബുദ്ധികളായ നിങ്ങൾ എന്തുകൊണ്ടാണ് മായയുടെ അടുക്കൽ തോൽക്കുന്നത്? തോൽക്കുന്നവർക്ക് ദുഃഖം അനുഭവപ്പെടുന്നു. ജയിക്കുന്നവരെ പ്രതി കരഘോഷത്തോടെ ആഹാ ആഹാ എന്ന് പറയുന്നു. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മൾ യോദ്ധാക്കളാണ്. തീർച്ചയായും മായയുടെ മേൽ വിജയിക്കണം. ബാബ പറയുന്നു, ദേഹസഹിതം എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം മറക്കൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ. മായ നിങ്ങളെ സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും സതോ പ്രധാനമാകണം. മായയെ ജയിച്ച് ജഗത് ജീത്ത് ആകണം. ഇത് ജയപരാജയത്തിന്റെ
സുഖദുഃഖത്തിന്റെ കളി തന്നെയാണ്. രാവണ രാജ്യത്തിൽ തോൽവി സംഭവിക്കുന്നു. ഇപ്പോൾ ബാബ വീണ്ടും വിലപ്പെട്ടവരാക്കി മാറ്റുകയാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഏറ്റവും വിലപ്പെട്ടത് ശിവബാബയുടെ ജയന്തിയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ലക്ഷ്മി നാരായണന് സമാനമായി മാറണം. അവിടെ ഓരോ വീടുകൾ തോറും ദീപാവലി ആയിരിക്കും. എല്ലാവരുടെ ജ്യോതിയും തെളിഞ്ഞിട്ടുണ്ടാവും. മുഖ്യമായ സ്രോതസ്സിൽ നിന്നാണ് ജ്യോതി തെളിയുന്നത്. ബാബ എത്ര സഹജ രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ബാബയ്ക്കല്ലാതെ മറ്റാർക്ക് മധുരമധുരമായ ഓമനകളായ സിഖിലതെ കുട്ടികളെ എന്ന് വിളിക്കാൻ സാധിക്കും? ആത്മീയ അച്ഛന് മാത്രമേ ഇത് പറയാൻ സാധിക്കൂ. അല്ലയോ എന്റെ മധുര ഓമന സന്താനങ്ങളെ, നിങ്ങൾ അരക്കൽപ്പമായി ഭക്തി ചെയ്തു വന്നു. തിരികെ ഒരാൾക്ക് പോലും പോകാൻ സാധിക്കില്ല. ബാബ തന്നെ വന്ന് എല്ലാവരെയും കൊണ്ടുപോകണം. നിങ്ങൾക്ക് സംഗമയുഗത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയാണ് ബാബ വന്ന് സർവാത്മാക്കളെയും കൊണ്ടുപോകുന്നത്? ലോകത്തിൽ ഈ പരിധിയില്ലാത്ത നാടകത്തെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ഇത് പരിധിയില്ലാത്ത നാടകമാണെന്ന് മറ്റാർക്കും പറയാൻ സാധിക്കില്ല. അഥവാ പരിധിയില്ലാത്ത ഡ്രാമയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഡ്രാമയെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കും? ഇവിടെ നിങ്ങൾക്ക് 84 ജന്മത്തിന്റെ ചക്രത്തെക്കുറിച്ച് അറിയാം. നിങ്ങൾ കുട്ടികൾ അറിഞ്ഞവരാണ്. നിങ്ങൾക്ക് തന്നെ ഓർമ്മിക്കുകയും വേണം. ബാബ എത്ര സഹജമായാണ് പറഞ്ഞു തരുന്നത്. ഭക്തിമാർഗത്തിൽ നിങ്ങൾ എത്രയാണ് ബുദ്ധിമുട്ട് സഹിക്കുന്നത്? എത്ര ദൂരേക്കാണ് സ്നാനം ചെയ്യാൻ പോയത്? ഇങ്ങനെ പറയാറുണ്ട്, ഒരു തടാകമുണ്ട്, അതിൽ പോയി മുങ്ങിക്കഴിഞ്ഞാൽ മാലാഖമാരായി മാറും. നിങ്ങളിപ്പോൾ ജ്ഞാനസാഗരത്തിൽ മുങ്ങിത്താണ് ദേവതകളായി മാറുന്നു. ചിലർ നല്ല രീതിയിൽ അലങ്കരിച്ചാൽ പറയും ദേവതയെ പോലെ ഉണ്ട് എന്ന്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളും രത്നത്തിന് സമാനമായി മാറുന്നു. അല്ലാതെ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ ചിറക് ഉണ്ടാകാനാണ്? അങ്ങനെയൊന്നും ആർക്കും പറക്കാൻ കഴിയില്ല. ആത്മാവിന് മാത്രമേ പറക്കാൻ കഴിയൂ. ആത്മാവിനെ റോക്കറ്റ് എന്നും പറയും. ആത്മാവ് എത്ര ചെറുതാണ്. ആത്മാക്കൾ എല്ലാവരും തിരികെ പോകുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് സാക്ഷാത്കാരവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനുള്ളതാണ്. ഇവിടെ നിങ്ങൾ വർണ്ണിക്കുന്നുമുണ്ട്. വിനാശത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടായതുപോലെ ആത്മാക്കളുടെ കൂട്ടം എങ്ങനെ പോകുന്നു എന്നുള്ളതിന്റെ സാക്ഷാത്കാരവും ഉണ്ടാകും. ബാബ ബിന്ദു സ്വരൂപമാണ്. ബാബയെക്കുറിച്ച് എന്ത് വർണ്ണിക്കാനാണ്? പറയുന്നു, ഞാനൊരു ചെറിയ നക്ഷത്രമാണ്. എന്നെ ഈ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കില്ല. ശരീരം എത്ര വലുതാണ്, അതിലൂടെയാണ് കർമ്മവും ചെയ്യേണ്ടത്. ആത്മാവ് എത്ര ചെറുതാണ്, അതിൽ 84 ജന്മത്തിന്റെ ചക്രം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ 84 ജന്മം എടുക്കുന്നു എന്നുള്ളത് ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ ഉണ്ടാവില്ല. ആത്മാവിൽ എങ്ങനെയാണ് പാർട്ട് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതും അത്ഭുതമാണ്. ആത്മാവ് തന്നെയാണ് ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നത്. സാധാരണ നാടകത്തെ പരിധിയുള്ള നാടകം എന്ന് പറയുന്നു. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. പരിധിയില്ലാത്ത അച്ഛൻ സ്വയം വന്ന് തന്റെ പരിചയം നൽകുന്നു. ആരാണോ നല്ല സേവാധാരി കുട്ടികൾ, അവർ വിചാരസാഗര മന്ഥനം ചെയ്തുകൊണ്ടിരിക്കും. ആർക്കെങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം എന്ന്. നിങ്ങൾ എത്രയാണ് ഓരോരുത്തരോടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ടും പറയുന്നു, ബാബ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചില പഠിക്കാത്ത കുട്ടികളെക്കുറിച്ച് പറയാറുണ്ട്, ഇവർ കല്ല് ബുദ്ധികളാണെന്ന്. ഇവിടെയും നിങ്ങൾ കാണാറുണ്ട്, ചിലർ 7 ദിവസത്തിനുള്ളിൽ തന്നെ വളരെ സന്തോഷത്തോടുകൂടി പറയുന്നു, നമുക്ക് ബാബയുടെ അടുത്തേക്ക് പോകാം. ചിലർ ഒന്നും തന്നെ മനസ്സിലാക്കാത്തവരുണ്ട്. മനുഷ്യർ കേവലം പറയുന്നു കല്ല് ബുദ്ധി, പവിഴ ബുദ്ധിയെന്ന്. പക്ഷെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. ആത്മാവ് പവിത്രമാകുമ്പോൾ പവിഴനാഥനായി മാറുന്നു. പവിഴനാഥന്റെ ക്ഷേത്രവുമുണ്ട്.
മുഴുവൻ ക്ഷേത്രവും ഒരിക്കലും സ്വർണം പൂശിയിട്ടുണ്ടാവില്ല. മുകളിൽ കുറച്ചു ഭാഗം മാത്രം സ്വർണം കൊണ്ടുള്ളതാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമുക്ക് പൂന്തോട്ടക്കാരനെ ലഭിച്ചിട്ടുണ്ട്. ബാബ നമുക്ക് മുള്ളിൽ നിന്നും പുഷ്പമായി മാറാനുള്ള യുക്തിയാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പൂന്തോട്ടം എന്ന മഹിമയുമുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം ഒരു മുസ്ലിം സഹോദരൻ വരുമായിരുന്നു. അവർ ഇങ്ങനെ പറയും, എനിക്ക് സാക്ഷാത്കാരത്തിൽ അല്ലാഹു വന്ന് പുഷ്പം നൽകി. നിൽക്കവേ തന്നെ താഴേക്ക് വീഴുമായിരുന്നു. അല്ലാഹുവിന്റെ പൂന്തോട്ടം കണ്ടിരുന്നു. അല്ലാഹുവിന്റെ പൂന്തോട്ടം സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നതും അല്ലാഹു തന്നെ ആയിരിക്കുമല്ലോ. മറ്റാർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും? നിങ്ങൾക്ക് വൈകുണ്ഠത്തിന്റെ സാക്ഷാത്കാരവും ചെയ്യിക്കുന്നു. ആ ഈശ്വരൻ തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈശ്വരൻ അവിടെ വസിക്കുന്നില്ല. ഈശ്വരൻ ശാന്തിധാമത്തിലാണ് വസിക്കുന്നത്. നിങ്ങളെ വൈകുണ്ഠത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. നിങ്ങൾ എത്ര നല്ല നല്ല കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇതിലൂടെ സന്തോഷമുണ്ടാകുന്നു. ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ഇപ്പോൾ നാം സുഖധാമത്തിലേക്ക് പോകുന്നു. അവിടെ ദുഃഖത്തിന്റെ കാര്യമേ ഇല്ല. ബാബ പറയുന്നു, സുഖധാമത്തെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കൂ. വീടിനെ എന്തുകൊണ്ട് ഓർമ്മിച്ചുകൂടാ? ആത്മാക്കൾ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി എത്രയാണ് പ്രയത്നിക്കുന്നത്. ജപം, തപം എന്നീ പ്രയത്നങ്ങൾ ധാരാളം ചെയ്യുന്നു. പക്ഷെ ആർക്കും പോകാൻ സാധിക്കുന്നില്ല. നിരാകാരി വൃക്ഷത്തിൽ നിന്നും നമ്പർ വയസ്സായി ആത്മാക്കൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഇടയ്ക്ക് വെച്ച് എങ്ങനെ മുകളിലേക്ക് പോകാൻ സാധിക്കും? ബാബയും ഇപ്പോൾ ഇവിടെ തന്നെയാണല്ലോ. നിങ്ങൾ കുട്ടികൾക്ക് ദിവസേന മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ബാബയെ മറക്കുന്നത് കാരണമാണ് വീണ്ടും ദുഃഖിയാകുന്നത്. മായയുടെ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുന്നത്. ഇനി ലേശം പോലും ശിക്ഷ അനുഭവിക്കരുത്. മുഖ്യമായതും ദേഹാഭിമാനമാണ്. നിങ്ങൾ ഇപ്പോൾ വരെ ഏതൊരു അച്ഛനെയാണോ ഓർമ്മിച്ചുകൊണ്ടിരുന്നത്, അല്ലയോ പതിത പാവന എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നത്, ആ ബാബയാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അനുസരണയുള്ള സേവകനുമാണ്, ടീച്ചറുമാണ്. അനുസരണയുള്ള സേവകൻ നിങ്ങളുടെ അച്ഛനുമാണ്. ഏറ്റവും ഉയർന്ന ആളുകൾ എപ്പോഴും താഴെ എഴുതാറുണ്ട് അനുസരണയുള്ള സേവകൻ എന്ന്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് എങ്ങനെയെല്ലാമാണ് മനസ്സിലാക്കി തരുന്നത്. സൽപുത്രന്മാരോടെ അച്ഛന് സ്നേഹമുണ്ടാകൂ. ആരാണോ കുപുത്രർ, അതായത് ബാബയുടേതായി മാറി പിന്നീട് കുലദ്രോഹിയാകുന്നത്, വികാരത്തിലേക്ക് പോകുന്നത്, അങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ച് അച്ഛൻ പറയും, ഇങ്ങനെയുള്ളവർ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരാൾ കാരണം എത്ര പേരുടെ പേരാണ് മോശമാകുന്നത്, എത്ര പേർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇവിടെ നിങ്ങൾ എത്ര ഉയർന്ന കർത്തവ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വത്തെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് 3 അടി മണ്ണ് പോലും ലഭിക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾ ആരോടും വീടും കുടുംബവും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. നിങ്ങൾ രാജാക്കന്മാരോടും ഇതാണ് പറയുന്നത്. നിങ്ങൾ പൂജ്യരായ ഡബിൾ കിരീടധാരിയായിരുന്നു. ഇപ്പോൾ പൂജാരിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ബാബ വീണ്ടും പൂജ്യരാക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയായി തീരണ്ടേ? ഇനി കുറച്ചു ദിവസമേ ബാക്കിയുള്ളൂ. ഇവിടെ നമുക്ക് ആരുടെയെങ്കിലും ലക്ഷങ്ങൾ ലഭിച്ചിട്ടും എന്താണ് പ്രയോജനം? ദരിദ്രർക്കാണ് രാജ്യപദവി ലഭിക്കേണ്ടത്. ബാബ ഏഴകളുടെ നാഥനല്ലേ? നിങ്ങൾ അർത്ഥസഹിതം മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ബാബയെ ഏഴകളുടെ നാഥൻ എന്ന് പറയുന്നത്. ഭാരതം ഇപ്പോൾ എത്ര ദരിദ്രമാണ്. അതിലും ഏറ്റവും ദരിദ്രമായത് മാതാക്കളാണ്. ധനവാന്മാർക്ക് ഈ ജ്ഞാനമെടുക്കാൻ സാധിക്കില്ല. ദരിദ്രരായ അബലകൾ എത്ര പേരാണ് വരുന്നത്. അവരുടെ മേലാണ് അത്യാചാരം ഉണ്ടാകുന്നത്. ബാബ പറയുന്നു, മാതാക്കളെ ഉദ്ധരിക്കണം.
പ്രഭാതഭേരിയിലും, അതായത് പ്രഭാതത്തിലെ ശാന്തിയാത്രയിലും ആദ്യമാദ്യം മാതാക്കളെ മുന്നിൽ നിർത്തണം. നിങ്ങളുടെ ബാഡ്ജും ഫസ്റ്റ് ക്ലാസ് ആണ്. ട്രാൻസ്ലൈറ്റിന്റെ ചിത്രവും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. വിശ്വപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കൂ. കൽപ്പം മുൻപത്തേതുപോലെ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വിചാരസാഗര മന്ഥനം ചെയ്യണം, എങ്ങനെ സേവനത്തെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരും എന്ന്. തീർച്ചയായും സമയമെടുക്കുമല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയോട് പൂർണമായും പ്രീതി വെച്ച് സഹയോഗികളായി മാറണം. മായയോട് തോറ്റ് ഒരിക്കലും പേര് മോശമാക്കരുത്. പുരുഷാർത്ഥം ചെയ്ത് ദേഹസഹിതം എന്തെല്ലാമാണോ കാണപ്പെടുന്നത് അതിനെയെല്ലാം മറക്കണം. 2. ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ശാന്തിധാമം സുഖധാമത്തിലേക്ക് പോകും. ബാബ അനുസരണയുള്ള ടീച്ചറായി മാറി നമ്മെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യരാക്കി മാറ്റുന്നു. യോഗ്യരും സത്പുത്രരുമായി മാറണം. കുപുത്രരാകരുത്. വരദാനം: ഓരോ സങ്കല്പം, സമയം, ഭാവന, കർമ്മത്തിലൂടെ സേവനം ചെയ്യുന്ന നിരന്തര സേവാധാരിയായി ഭവിക്കട്ടെ. ബാബ എത്ര അതിപ്രിയനായി തോന്നുന്നുവോ, ബാബയെ കൂടാതെ ജീവിതം തന്നെയില്ല. അതേപോലെ സേവനമില്ലാതെ ജീവിതവുമില്ല. നിരന്തര യോഗിയാകുന്നതിനോടൊപ്പം നിരന്തര സേവാധാരിയാകൂ. ഉറങ്ങുമ്പോഴും സേവനമായിരിക്കണം. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ ആരെങ്കിലും നോക്കിയാൽ മുഖത്തു നിന്നും ശാന്തി, ആനന്ദം അനുഭവിക്കണം. ഓരോ കർമ്മേന്ദ്രിയത്തിലൂടെയും ബാബയുടെ ഓർമ്മയുടെ സ്മൃതി ഉണർത്തുന്നതിന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. തന്റെ ശക്തിശാലി വൃത്തിയിലൂടെ വൈബ്രേഷൻ വ്യാപിച്ചുകൊണ്ടിരിക്കൂ. കർമ്മത്തിലൂടെ കർമ്മയോഗി ഭവ എന്ന വരദാനം കൊടുത്തുകൊണ്ടേ പോകൂ. ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ശേഖരിച്ചുകൊണ്ടേ പോകൂ. അപ്പോൾ പറയാം നിരന്തര സേവാധാരി, അതായത് സേവനയുക്തർ. സ്ലോഗൻ: തന്റെ ആത്മീയ വ്യക്തിത്വത്തെ സ്മൃതിയിൽ വയ്ക്കൂ, എങ്കിൽ മായ ജീത്തായി മാറും. അവ്യക്ത സൂചന: സ്വയവും സർവരെയും പ്രതി മനസ്സായിലൂടെ യോഗത്തിന്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. എങ്ങനെയാണോ വാചാ സേവയുടെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വാച ശക്തിശാലിയായി മാറിയത്, അതേപോലെ ശാന്തിയുടെ ശക്തിയുടെയും അഭ്യാസിയാകൂ. മുന്നോട്ടു പോകവേ വാണിയിലൂടെയും സ്ഥൂല സാധനങ്ങളിലൂടെയും ഉള്ള സേവനത്തിനുള്ള സമയം ലഭിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് ശാന്തിയുടെ ശക്തിയുടെ മാർഗം ആവശ്യമായി വരും. എന്തുകൊണ്ടെന്നാൽ ഏത് എത്രയും മഹാശക്തിശാലിയാണോ അത്രയും അത് അതിസൂക്ഷ്മമായിരിക്കും. അതിനാൽ വാണിയേക്കാൾ ശുദ്ധ സങ്കല്പം സൂക്ഷ്മമായിരിക്കും. അതിനാൽ സൂക്ഷ്മത്തിന്റെ പ്രഭാവം ശക്തിശാലിയായിരിക്കും. ഓം ശാന്തി.